ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? ടൈറ്റിൽ കണ്ടുപോലെ തന്നെ ഇത് തന്നെയാണ് ദ പെർഫെക്റ്റ് ഗൈഡ് ഫോർ ദ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. അപ്പൊ നിങ്ങൾ ഒരു പ്രൊഡ്യൂസർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹിപ്പ് ഹോപ്പിലോട്ടാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രാപ്പ് അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും ഹിപ്പ് ഹോപ്പ് മ്യൂസിക് തന്നെയാണ്. ട്രാപ്പ് എന്ന് പറയുമ്പോൾ അത് ഹിപ്പ് ഹോപ്പ് തന്നെയാണ്, പക്ഷേ ഇറ്റ്സ് കംസ് അണ്ടർ ദ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. അതിന്റെ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിന്റെ സബ് ജോണറാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം പിച്ച് വെച്ച് തുടങ്ങേണ്ടത് നിങ്ങൾ കറക്റ്റ് ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് അത് ചെയ്യാനായിട്ട് ഏറ്റവും പാടുള്ള ഒരു പരിപാടിയും കൂടാണ്. ഒരു ട്രാപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്ന പോലെ അല്ല നമുക്ക് എന്തായാലും ഈ പറയുന്ന സോക്കോൾ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന ബൂം ബാപ്പ് ബീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഒരു 2025 ബൂം ബാപ്പ് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു സാധനത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ദ ഫീൽ ഇസ് ദ തിങ്. ആ ഫീല് കറക്റ്റ് സാധനം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫീല് നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ബീറ്റ് അങ്ങോട്ട് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു സാധനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ല ഈ പറയുന്ന ഹിപ്പ് ഹോപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ട പക്കയായിട്ടുള്ള എലമെന്റ്സും മറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാം എന്നെങ്കിൽ കൂടി, നിങ്ങൾ കണ്ടുപിടിച്ചാലെങ്കിൽ കൂടെയും, നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് നല്ലപോലെ കേൾക്കുക. അതായത് പഴയ കാലഘട്ടത്തിലോട്ട് പോവുക. ലൈക്ക് ഒരു 70s തന്നെ തുടങ്ങിക്കോ. 73 തൊട്ട് അല്ലേ, ആ കാലഘട്ടം തൊട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരു ടൂപാക്കിന്റെയും ബിഗിയുടെ കാലഘട്ടം വരെ നിങ്ങൾ വൃത്തിക്കുള്ള ആ ടൈമിലുള്ള പാട്ടുകളെല്ലാം കേൾക്കുക. റക്കീമിന്റെയും പലരുടെയും ട്രാക്കുകൾ എടുത്ത് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് കത്തും എന്താണെന്നുള്ള മനസ്സിലാവും. ബട്ട് അവിടെ അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള മനസ്സിലാകാൻ വേണ്ടി തന്നെ നിങ്ങൾ ഫങ്ക് മ്യൂസിക്കിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫങ്ക് മ്യൂസിക്കിന്റെയും ഈ പറയുന്ന തുടക്ക കാലഘട്ടത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ബീറ്റ്സിന്റെയും ബന്ധം എന്താണെന്നുള്ളത് രണ്ടും അങ്ങോട്ടും നിങ്ങൾ റെഫറൻസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് സാധനങ്ങൾ അതിന്റെ ഒരു ഫീൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയാം. എന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഞാൻ പറയുന്നില്ല, എന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പുതിയ ട്രാക്കുകളിൽ പുതിയ വീസുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ പറയുന്നൊരു സോളില്ല. ബിക്കോസ് ആ കാലം മാറി ആൾക്കാർ കുറെ വേറെ രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. അതിന് ട്രാപ്പ് കേട്ട് ട്രാപ്പ് തലയിൽ കിടക്കുന്ന സമയത്ത് പോയി ഹിപ്പ് ഹോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ട്രാപ്പിന്റെ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹിപ്പ് ഹോപ്പിനകത്ത് എവിടെയെങ്കിലൊക്കെ വന്ന് വീഴും. അപ്പോൾ ചുമ്മാ കുറെ ബേസ് ഗിറ്റാർ എടുത്ത് വലിച്ചു വാരിയിട്ട് ചുമ്മാ കിക്കും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ സംഭവം ഈ പറയുന്ന ബൂം ബാപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ആവില്ല. അപ്പൊ അതിന്റെ ഫീൽ വേറെയാണ്, അതിന്റെ ഗ്രൂവ് വേറെയാണ്. സോ റെഫർ ചെയ്യണം. നിങ്ങൾക്ക് ഏത് ജോണറാണ് നിങ്ങൾക്ക് കൃത്യമായി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങളിൽ പോയി നിങ്ങൾ ട്രാക്കുകളിൽ പോയി നിങ്ങൾ റെഫർ ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായുള്ള സാധനം കിട്ടത്തുള്ളൂ. അതാണ് മെയിൻ ഐറ്റം. സോ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന കൃത്യമായി ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിന്റെ ഒരു ഫീൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഗ്രൂവ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ബീറ്റ് ആക്ച്വലി സംഭവം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ബിഗിനറിന് പോലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന ഗെയിമാണിത്. പക്ഷെ ഇതൊരു ബിഗിനർ ബീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെങ്കിലും ഒരു റാപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബീറ്റ് നമ്മളെ വളരെ സിമ്പിൾ ആവുന്നതനുസരിച്ച് റാപ്പ് ചെയ്യുന്നതിന് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യേണ്ടത് തന്നെയുണ്ട്. അവിടെയാണ് കാര്യം. മ്യൂസിക് കുറെ കുത്തി കയറുന്നുണ്ട്, അതിനകത്ത് ഭയങ്കരമായ ഡൈനാമിക്സ് നിൽക്കുന്നുണ്ട്, അത് ഭയങ്കരമായ മറ്റു സാധനത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് ആ മ്യൂസിക്കിന് അനുസരിച്ചുള്ള ഡൈനാമിക്സ് കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് വരികൾ നിങ്ങൾക്ക് എഴുതി പിന്നെയും പരിപാടി സെറ്റ് ചെയ്യാം. പക്ഷേ ബീറ്റ് അങ്ങനെയല്ല. ബീറ്റ് താളം പിടിച്ച് തന്നെയാണ് അങ്ങനെ തന്നെ ഒരു പ്രോപ്പറായിട്ട് രീതിയിൽ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്ലോ സ്വിച്ചസും മറ്റും പരിപാടികൾ റാപ്പേഴ്സ് തന്നെ അത് മാറ്റി പിടിക്കണം. അല്ലെങ്കിൽ കേൾക്കുന്നതിന് ആദ്യം ഇങ്ങനെ ഒരു ഹെഡ് ബാങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കല്ല് പോലെ ചെയ്യും. അവന് കാറ്റടിച്ചാൽ പോലും അവൻ അനുഭവം ഏത് ലോയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്നിക്ക് എങ്ങനെയാണ് പോകുന്നത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നോട്ട് ഡൗൺ ചെയ്തെടുക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്ന നല്ല വൃത്തിക്ക് അങ്ങ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്തതിലോട്ട് പിടിക്കാനേ ഞാൻ പറയുള്ളൂ. അത് അങ്ങനെയാണ് പോകേണ്ടത്. നമ്മൾ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഉണ്ടാകുമ്പോൾ ആദ്യം ഹിപ്പ് ഹോപ്പ് തന്നെ പിടിക്കണമല്ലോ, അല്ലെ പിന്നെ മോശമല്ലേ ഏത് അങ്ങനെ. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് സ്ട്രമ്മാണ്. നമ്മൾ മെലഡി പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് തൽക്കാലം ഡ്രംസിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ BPM സെറ്റ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 100 കറക്റ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് മെട്രോണോം ഒന്നിട്ടിട്ട് ഓക്കെ, നമുക്കപ്പോൾ സാമ്പിൾ കിറ്റ് എടുത്ത് നമുക്ക്
എന്താണ് ഹൈ ഹാറ്റ് എടുത്തിടാം. നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു കിടപ്പുണ്ട്. അവിടെ അപ്പോൾ ഹൈ ഹാറ്റ് ഇടുമ്പോൾ നമ്മൾ ബൂംബാപ്പ് ആവുന്ന സമയത്ത്, ഞാൻ ബൂംബാപ്പിന് പകരം ഞാൻ ഹിപ്പ് ഹോപ്പ് തന്നെ പറയുള്ളൂ. അപ്പോൾ ഹിപ്പ് ഹോപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈ ഹാറ്റ് ആദ്യം നമുക്ക് വേണ്ട കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. യെസ്. ഇനി നമുക്കിതുപോലെ നമുക്ക് ഒന്നിടവിട്ടുള്ള ഹൈ ഹാറ്റിൻ്റെ നമുക്ക് ലെവൽസ് ഒന്ന് താത്തി കൊടുക്കാം, വെലോസിറ്റി താത്തി കൊടുക്കാം. സോ അത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രൂവ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫീൽ ആവും. ആൻഡ് നമുക്ക് ഇതിൻ്റെ തുടക്കത്തെ കറക്റ്റ് എക്സാക്ട് പോയിന്റ് തുടങ്ങാൻ നമുക്കൊന്ന് വലിച്ചിറക്കി ഇടണം. പൊടിക്ക് മതി, കാരണം ആ ഒരു ഹ്യൂമൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്, നൈസ്. സോ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. ആൻഡ് അത് കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ആദ്യത്തെ നമ്മൾ കറക്റ്റായിട്ടാണ് ഇട്ടേക്കുന്നത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഡിലേ നമുക്ക് നൈസായിട്ടൊന്ന് കൊടുത്ത് നോക്കാം. യെസ്, കുറച്ചും കൂടി ഒരു ഗ്രൂവ് നമുക്ക് തോന്നും. ഇനി നമുക്ക് നമുക്ക് സ്നെയർ കൊടുക്കാം. സോ നമ്മൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ഭയങ്കര നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കാൻ. സോ സ്നെയർ കൊടുക്കുമ്പോൾ നമുക്ക് നമുക്ക് സീത്തിനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ നോർമൽ കൗണ്ട്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. യെസ്, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഹൈ ഹാറ്റ് നമുക്ക് അതുപോലെ താത്തി സീലോട്ടിടാം. യെസ്, ഓൾറൈറ്റ്. ഓക്കെ, നമുക്കിനി എന്താണ് സ്നെയറിന് മുമ്പ് ഹൈ ഹാറ്റിന് കൊടുത്ത പോലെ തന്നെ നമുക്കൊരു ബൊഡിക്ക് ഇറക്കിയിട്ട് കൊടുത്ത് നോക്കണം, ആ ഒരു ഹ്യൂമൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, അങ്ങനെ നമുക്ക് എല്ലാത്തിനും കൊടുക്കണം. ഓക്കെ, അടുത്ത മെഡിയോറിറ്റി നമുക്ക് ഒരു ഓപ്പൺ ഹൈ ഹാറ്റ് ഇട്ട് കൊടുക്കാം. സൗണ്ട് സെലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ചെയ്യുന്ന കറക്റ്റ് നമ്മൾ നോക്കി നമ്മുടെ ചെവിക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ നോക്കി സെറ്റ് ചെയ്തെടുക്കണം. നമ്മളീ പറഞ്ഞ പോലെ റെഫറൻസ് കറക്റ്റൊക്കെ എടുത്ത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട്സ് കറക്റ്റ് നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് നമ്മൾ സീലിട്ടിട്ടുണ്ട്. നമുക്ക് സ്കെയിൽ ഓഫ് ചെയ്യാം. ഓക്കെ, ഹൈ ഹാറ്റിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഗ്രൂവ് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ താത്തിയിടാം എല്ലാം. യെസ്, ഓൾറൈറ്റ്, നൈസ്. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ കൊടുക്കണം. ഓപ്പൺ ഹൈ ഹാറ്റ് ഇറക്കിയിടാം. ഓക്കെ, ക്വിക്ക് കൊടുക്കാം. നമുക്കൊരു ബൗൺസാണ് നമുക്ക് വേണ്ടത്.
നൈസ് ഒരു ബൗൺസ് മാത്രം മതി. യെസ്, നമുക്ക് ആക്കി കൊടുക്കാം. ഒരു MT മിഡി ക്ലിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. Ctrl+Shift+M അടിച്ചാൽ ഷോർട്ട് കട്ടാണ്. പിന്നെ റിസ്കോ ഒരു ട്രാപ്പിന് കൊടുക്കുന്ന പോലെ ഒരു കിക്കല്ല നമ്മളിവിടെ കൊടുക്കേണ്ടത്. Let's go. നമുക്ക് ഇവിടെ കൊടുത്ത് നോക്കാം. ഇറക്കി. ഏയ് 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 യെസ്. നമുക്ക് സൗണ്ട് നമ്മൾ ഇറക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിലും കുറച്ചും കൂടെ ബൗൺസ് കിട്ടും. ഐ മീൻ വെലോസിറ്റി. യെസ്. നൈസ്. ഏയ് ഓക്കെ. യെസ്. നമുക്ക് ലെറ്റ്സ് ഗോ. നമുക്ക് താത്തിയിടാം. താത്തിയിടാം. ഓക്കെ, ഇവിടുത്തെ കൂടെ താത്തിയിടാനുണ്ട്. യെസ്. നമുക്ക് അടുത്ത വേവ്സിൽ നമുക്ക് എന്താണ് ഒരു ബേസ് ഗിറ്റാർ കയറ്റണം. അതിന് വേവ്സിൻ്റെ ബാസ് ഫിംഗർ എന്ന് പറയുന്ന ഒരു VST ഉണ്ട്. അത് എൻ്റെ ബണ്ടിലിൽ വരുന്നതാണ് വേവ്സിൻ്റേത്. നമുക്ക് നല്ലൊരു ലെജിറ്റ് സാധനം എന്താണ് ബേസ് ഗിറ്റാർ നമുക്ക് അത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ബീറ്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരിക. ഈ വീഡിയോയുടെ പേരെടുത്ത് എനിക്ക് നേരെ DM ചെയ്യുക. അപ്പോൾ ഈ ബീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ ട്രാക്കുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പല സ്കീമുകളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ നേരെ വന്ന് മുട്ടിക്കോ, നമുക്ക് പരിപാടികൾ ഓണാക്കാം. നമുക്ക് ഹിപ്ഹോപ്പിനെ വേറൊരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ, വീഡിയോയിലേക്ക് പോകാം. യെസ്. സോ സ്കെയിൽ നമ്മൾ മേജർ മാറ്റിയിട്ട് നമുക്ക് ലീഡ് ആൻഡ് ഡോമിനൻ്റ് ഇടാം. സിമ്പിളായിട്ടുള്ളൊരു ബേസിലാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലാപ്പിൽ ഈ വേവ്സ് എടുക്കാണ്ട് കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ് ഇടയ്ക്ക് സ്റ്റക്കാവുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. യെസ്, നമ്മൾ കിക്കിനും കൂടെ നമ്മൾ എടുത്തിട്ട് ഫോക്കസ് ഇട്ടേക്കാണ്. കിക്കിൻ്റെ കറക്റ്റ് ടൈമിൽ ഓക്കെ, കിക്കിൻ്റെ കറക്റ്റ് ടൈമിൽ നമുക്ക് ബേസ് ലൈൻ ഇട്ട് കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അത് hey hey yes.
ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് വരുന്നത് നല്ലതാണ്. Yeah. ഏയ് 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 കുറച്ച് പരിപാടികൾ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കത് കൺസോളിഡേറ്റ് എടുത്ത് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്തത് എന്താണ് ഫ്ലാറ്റിന് ചെയ്തെടുത്തേക്കാണ്. അല്ലെങ്കിൽ എൻ്റെ ലാബ് എടുക്കൂല. നമുക്ക് ഫ്രണ്ടിലോട്ടൊരെണ്ണം നമ്മളത് ഇതായിപ്പോയി, നമുക്കത് ഇടേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ സ്ട്രമ്മിലോട്ട് കയറി നമ്മളിവിടെ ശ്രമിച്ചത് നമ്മൾ ഡ്രംസ് ഉണ്ടാക്കിയിട്ട് പിന്നീട് മെലഡി പാർട്ട് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോയത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മെത്തേഡ് മനസ്സിലാക്കിയാൽ മാത്രം മതി, ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആദ്യം ഒരു മെലഡി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൽ ചേഞ്ചസ് നമുക്ക് വരുത്താം. Yeah, nice. ഓക്കെ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം, വലിച്ചിറക്കിയിടാം. ഏയ് Yeah. Okay. ഇവിടെയും കൂടെ fill ചെയ്യാം, ഇവിടെയും കൂടെ കൊടുക്കാം. കൊള്ളാം. ഓക്കെ, നമുക്ക് ടൈമിംഗ് ഒന്ന് നൈസായിട്ടൊന്ന് മാറ്റിയിട്ട് സെറ്റപ്പ് ചെയ്ത് നോക്കാം. യെസ്, മേ ബി കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ നമ്മൾ പൊതുവെ ചെയ്തു വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് പലർക്കും പറ്റുന്നൊരു പരിപാടി, ഇതിപ്പോൾ എത്ര വലുതാണെന്ന് പറഞ്ഞാലും പലർക്കും പറ്റുന്നൊരു പരിപാടിയുണ്ട്. ചെയ്ത് വരുന്ന സമയത്ത് ഇടയ്ക്ക് ചെന്ന് സ്റ്റക്ക് ആവും. ഇതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു മൊമെന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എവിടെയാണ് നമുക്ക് പ്രശ്നം തോന്നിയെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ എങ്ങനെയൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഇതിനകത്ത് കൊടുത്തേക്കുന്ന കുറേ എഫക്ട്സും പരിപാടികളുണ്ട്. നമ്മൾ എല്ലാ ഡോസിനും കൊടുത്തേക്കുന്ന അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് എഫക്ട്സും പരിപാടികളുണ്ട്. അതെല്ലാം യൂസ് ചെയ്തൊന്നും ആ സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കുക. അപ്പോൾ ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും, കുറേ സംഭവങ്ങൾ കുറച്ചും കൂടെ ഒരു രസകരമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇയറിൽ വന്ന് അടിക്കുന്ന സാധനം നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിലുകൾ എന്തെങ്കിലുമൊക്കെ മാറ്റി നോക്കുക, ഇറക്കി കയറ്റി ഇടുക. മീൻസ് ലൈക്ക് ദ ടൈമിങ് എന്നുള്ളതിനെ ഒന്ന് അങ്ങോട്ട് ഇറക്കി കയറ്റി ഇടുക. അപ്പോൾ പരിപാടികൾ സെറ്റായി വരുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ മെലഡി കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. നമ്മളിപ്പോൾ അടുത്ത ലെയറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സൗണ്ട് ഒന്ന് മാറ്റി നോക്കാം, ബെറ്റർ ആയിട്ട് സൗണ്ട് കിട്ടുന്നത് നമുക്ക് ഇടാം. ഇത് കൊള്ളാം. നൈസ്. നൈസ്. ഏയ് 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 ഏയ്. ഓൾറൈറ്റ്,
യെസ്, പറഞ്ഞ കണക്ക് നമ്മൾ ചേഞ്ചസ് നമ്മൾ വരുത്തി നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. ഏയ് ഏയ് സൗണ്ട് മാറ്റി നോക്കാം, ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടോ. ബെറ്റർ. അപ്പോൾ നമുക്ക് ഇതിനൊരു മേലോട്ട് നമുക്ക് കുറച്ച് എന്താണ് സ്കെയിൽസ് അതിനകത്ത് കയറി നോക്കാം. ബെറ്റർ, നൈസ്. ഏയ് ഓക്കെ, നമുക്ക് ഇവിടെയും കൊടുക്കാം. ഏയ് ഏയ് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഏയ് 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 ഓക്കെ, നമുക്കിത് കളഞ്ഞിട്ട് നമുക്ക് മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം, വലിച്ചിടാം. ഏയ് ഏയ് ഓക്കെ, നമുക്ക് അടുത്ത ലെയർ കയറ്റാം. യെസ്, നൈസ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഐ തിങ്ക് വലിച്ചിടണം എന്ന് തോന്നുന്നുണ്ട്. യെസ്, വലിച്ചിടണം. ഒന്ന് ഇറക്കിയിടണം. ഏയ് നൈസ്. ഓൾറൈറ്റ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി പൊക്കേഷൻസ് നമുക്ക് രണ്ടെണ്ണം നമുക്ക് കയറ്റിയിടാം. ആദ്യം നമുക്കൊരു അത് കൊള്ളാം. നൈസ്. ഒക്കെ ഒന്ന് കയറ്റിട്ട് നോക്കാം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ടൈമിങ് ഡിഫറെൻ്റ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പോയിൻ്റുള്ള സാധനം നമുക്ക് വലിച്ച് കയറ്റി ഇടാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് കയറ്റി ടൈമിങ്ങിൽ ഇടാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്കിത് അടുത്ത ലൂപ്പിലും കൂടെ വേണം. ലെറ്റ്സ് ഗോ. അടുത്ത പൊക്കേഷൻ നമുക്കിടാം. നൈസ്. നമുക്കൊന്ന് നൈസ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. Let's see. ഓക്കെ, നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കണം. കറക്റ്റ് നോക്കിയിടാം. നൈസ്.
ഓക്കെ, അവിടെയും കൂടെ കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീറ്റ് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ സാധനം അറേഞ്ച് ചെയ്യണം. അപ്പൊ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ആദ്യം ഒരു ഇൻട്രോ വേണം, നമുക്ക് ഹുക്ക് വേണം, വേഴ്സ് വേണം, വീണ്ടും ഹുക്കിലേക്ക് കയറാം, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഔട്ട്രോ കൊടുക്കാം. എന്റെ സ്റ്റൈലിൽ ഞാൻ ഔട്ട്രോ കൊടുക്കാറുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഫുൾ ബീറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഇൻട്രോ. Let's go. ഹുക്കാണ്. ബേഴ്സ് കയറുവാണ്. ലെറ്റ്സ് ഗോ. അടുത്തോട്ട് കയറുവാണ്. സോ നമുക്ക് കുറച്ച് സൗണ്ട്സ് ഉള്ളെങ്കിലും നമുക്ക് ആക്ച്വലി ഒരു ഫുൾ ബീറ്റ് എത്ര മിനിറ്റ് ആണെങ്കിലും നമുക്ക് അനുസരിച്ച് നമുക്കതിനെ ഒന്ന് കളഞ്ഞും ഒന്ന് ആഡ് ചെയ്തും നമുക്ക് പല പല ലെയേഴ്സ് ഉണ്ടാക്കി പല പല സ്വിച്ചുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. യെസ്, നമ്മൾ ബ്രിഡ്ജ് കയറി. ബ്രിഡ്ജിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, സ്നെയറിനുമായാലും. ലെറ്റ്സ് ഗോ. ഹുക്കിലോട്ട് നമ്മൾ കയറി. വീണ്ടും വേഴ്സിലോട്ട് പോവാണ്. ഹിറ്റ്. നമ്മളിവിടെ ഈ ഭാഗത്ത് നമ്മളാകെ ഏറ്റവും ലാസ്റ്റ് ഇട്ടുന്ന ലെയർ മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇവിടെ ലെയർ കയറി വരുവാണ്. നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. Hook. Let's go. Let's go. Let's go. Let's go. Let's go. Let's go. Yeah, let's go. ഇത് നമ്മുടെ ഔട്ട്രോ വരുവാണ്. ഡ്രംസ് മാത്രം വിത്ത് ദ ബേസ് ലൈൻ. 3, 2, 1, go. Yeah, let's go. Yes. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.